എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ നമ്പർ 204. അപ്പം ഈ ബുക്കിനെ സംബന്ധിച്ചവരെ ഇത് 54-ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മളൊരു പുതിയ അധ്യായം തുടങ്ങുവാണ്. അതായത് നമ്മൾ ഈ ബുക്കിൻ്റെ 18-ാമത്തെ ചാപ്റ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 18-ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്തുവാന്ന് വെച്ചാൽ ഹൗ യുവർ സബ് കോൺഷ്യസ് റിമൂവ്സ് മെൻ്റൽ ബ്ലോക്സ്. ഇത് ഇനിയൊരു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ വീഡിയോയും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ ഞാൻ 2 കാര്യം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ബുക്കിലൊന്നും തന്നിട്ടില്ല, പക്ഷേ അത് അറിഞ്ഞാലേ ബുക്കിൽ പറയുന്നത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്പർ 1, ലിമിറ്റിംഗ് ബിലീഫ്സ്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് വെച്ചാൽ എന്തുവാണോ? ലിമിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് ഒതുക്കുന്നതിന് പേരാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. നമ്മൾ ഒരു കാര്യം നല്ല രീതിയിൽ 100% നല്ലതായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പം അതിൽ ഇടയിൽ വരുന്ന തടസ്സങ്ങൾ, വെറും തടസ്സങ്ങളാണെങ്കിൽ അതിന് ഓബ്സ്റ്റക്കിൾസ് എന്ന് പേര്. ഇത് അങ്ങനത്തെ തടസ്സങ്ങളല്ല. അതായത് ബിലീഫ്സ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മളുടെ ഉറച്ച ഒരു വിചാരം, ഉറച്ച ഒരു തീർമാനമാണ്. എന്തുവാ? ഇപ്പം കൊച്ചിലെ ഞങ്ങളൊക്കെ ഒരുപാട് ചിലപ്പം ഈ വെക്കേഷൻ സമയത്തൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരും. എല്ലാവരും കൊച്ചു പിള്ളേരെല്ലാം ഇരുന്ന് ചിരിക്കും, കളിക്കും, ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഇരിക്കുമ്പം ഞങ്ങളുടെ അമ്മൂമ്മ പറയാറുണ്ട്, മതി ഒരുപാടൊന്നും ചിരിക്കണ്ട, ഇന്ന് കരയും. എപ്പോഴും ഒരുപാട് ചിരിച്ച് സന്തോഷമായിട്ടിരുന്നാൽ മതി, കളിച്ചതൊക്കെ മതി, കൂടിപ്പോയി, ഇനി കൂടിയാൽ കുറയും. അതൊരു വാക്കാണ്, കൂടിയാൽ കുറയും. അതുകൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും എല്ലാവരും കരയാൻ പോവുകയാണ്, അതുകൊണ്ട് മാറിയിരി ഇന്ന്. അതുപോലെ തന്നെ അന്ന് വേറെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, നമ്മൾ കരഞ്ഞിരിക്കും. അപ്പം നമുക്ക് ആ വർത്താനത്തിൽ, നമ്മുടെ അമ്മമ്മ പറയുന്ന വർത്താനത്തിൽ ഒരു വിശ്വാസം വരും. ആ വിശ്വാസത്തിനാണ് ബിലീഫ് എന്ന് പേര്. അപ്പം ആ ബിലീഫ് അത് സത്യമാണോ എന്ന് പറഞ്ഞാൽ സത്യമല്ല. അത് ഒരു ദിവസം നമ്മൾ ഒരുപാട് ചിരിച്ചു അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ചു എന്ന് പറഞ്ഞ് ഉടനെ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ളതെല്ലാം ചുമ്മാ വെറുതെയാണ്. അപ്പം അതെന്തോ അതിനെ ലിമിറ്റ് ചെയ്യുന്നു, നമ്മളുടെ സന്തോഷത്തിനെ കുറയ്ക്കാൻ നോക്കുന്നു. അതിനാണ് ലിമിറ്റിംഗ് എന്ന് പേര്. അപ്പം ഒരു ദിവസം സന്തോഷമായിരുന്നു, എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നു, അല്ലെങ്കിൽ നല്ല ഒരു പ്രപ്പോസൽ വന്നു, അല്ലെങ്കിൽ വീട്ടിലൊരു കൊച്ച് ജനിച്ചു, എത്രയോ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ഒരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്കോട് കൂടി പാസ്സായി, അല്ലെങ്കിൽ നല്ല സാലറി ഹൈക്ക് കിട്ടി. സന്തോഷമായിട്ട് സാധാരണ രീതിയിൽ പറയുവാണെങ്കിൽ അടിച്ച് പൊളിച്ച് ജീവിച്ച് അതിനെ ആഘോഷിക്കുന്നതിൽ എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. നമ്മൾ 365 ദിവസവും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ആഘോഷിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം ഒരു നല്ല ഇന്ന് എനിക്ക് സാലറി ഹൈക്ക് കിട്ടി, വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു ബൊഫേ കഴിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഹോളിഡേ ട്രിപ്പ് പോയിട്ട് വരാം. വാട്ട്സ് റോങ്? നത്തിങ് റോങ്. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ ഇന്ന് ചിരിച്ചു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു, അല്ലെങ്കിൽ ഇന്ന് നല്ല സന്തോഷത്തിലാണ്, നാളെ എന്തോ ഒരു ദുഃഖം വരുന്നുണ്ട്, ഒരു ദുഃഖമായിട്ടുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. ഇതിന് യാതൊരു സംബന്ധവും ഇല്ല. അപ്പം നമ്മളെ 100% സന്തോഷിക്കാൻ വിടാത്ത ഒരു വിശ്വാസം, അതിന് പേരാണ് ലിമിറ്റിംഗ് ബിലീഫ്. ഈ ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളതുകൊണ്ട് നമുക്ക് മെൻ്റലി കുറേ ബ്ലോക്സുകൾ വരുന്നുണ്ട്. ഈ ഹാർട്ടിൽ ബ്ലോക്കുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ഇതിൽ ബ്ലഡ് വെസൽസിൽ ബ്ലോക്കുണ്ട്, ഹാർട്ടിൻ്റെ ബ്ലഡ് വെസലിൽ ബ്ലോക്കുണ്ട്. ഈ ബ്ലോക്ക് എന്ന് വെച്ചാൽ അടപ്പ്. ഇപ്പോൾ ഒരു വെള്ളം പോകുന്ന ട്യൂബിൽ ഒരടപ്പുണ്ട്. അപ്പം ബ്ലോക്ക് എന്ന് വെച്ചാൽ അടപ്പ് എന്ന് എല്ലാവർക്കും അറിയാം.
അപ്പം ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനും മെൻ്റൽ ബ്ലോക്കിനും വളരെയേറെ സംബന്ധമുണ്ട്, കണക്ഷനുണ്ട്. അതായത് അപ്പം ഇപ്പം ലിമിറ്റിംഗ് ബിലീഫ് എന്ന് വെച്ചാൽ എന്തുവാന്ന് മനസ്സിലായല്ലോ. പണ്ടേ കാലത്തൊക്കെ ആമ്പിള്ളേരുടെ കൂടെ സംസാരിക്കരുത്. ഒരു കൊച്ച് ഒരു 7 വയസ്സ് 8 വയസ്സാകുമ്പോഴേ ഇവിടെ തുടങ്ങും വീട്ടിൽ ആമ്പിള്ളേരുടെ കൂടെ സംസാരിക്കരുത്, ആമ്പിള്ളേരുടെ കൂടെ കളിക്കരുത്, ആമ്പിള്ളേരുടെ കൂടെ ചിരിച്ച് പഴകരുത്, വെളിയിൽ ആണുങ്ങളെ കണ്ടാൽ സംസാരിക്കരുത്, അവരെ കണ്ടാൽ ചിരിക്കരുത്, ആണുങ്ങളുടെ കൂടെ വെളിയിലെങ്ങും പോകരുത്. അതൊക്കെ ഒരു വിധത്തിൽ ഒരു ലിമിറ്റോടെ ശരിയാണ്, ഇല്ലയെന്നല്ല. പക്ഷേ നമ്മളുടെ സൊസൈറ്റിയിൽ എപ്പോഴുമേ നമ്മൾ അങ്ങനെ ഔട്ട്റൈറ്റായിട്ട് ഒന്നും ചെയ്യാറില്ല തന്നെ. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു 10 വയസ്സ് 15 വയസ്സായാലേ ഡേറ്റിംഗ് തുടങ്ങും. ഡേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു പയ്യൻ്റെ കൂടെ ഒരു പെണ്ണ് വെളിയിൽ പോകുന്നതല്ല. ഇന്ന് ഒരു പയ്യൻ്റെ കൂടെ പോന്നു, നാളെ വേറൊരു പയ്യൻ്റെ കൂടെ പോന്നു, പല ഫ്രണ്ട്സിൻ്റെ കൂടെ പോന്നു. അപ്പോൾ അതൊക്കെ അതിന് പേരാണ് ഡേറ്റിംഗ്. അപ്പോൾ നമ്മളുടെ പിള്ളേരൊന്നും അങ്ങനൊന്നും ഡേറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇപ്പം കോളേജിലായിരുന്നു പണ്ടൊക്കെ ഈ ലവും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. പിന്നെ അത് +1 +2 ലെവലിലായി. പിന്നെ അത് താഴോട്ട് വന്ന് ഇപ്പം മിഡിൽ സ്കൂളിലാണ്, 6, 7, 8ലാണ്. ഞാനൊക്കെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ എന്തോരു പ്രോബ്ലംസ് ആയിരുന്നു. ലവ് ലെറ്റർ കൊടുത്തു, റോസ് കൊടുത്തു, റിങ് മാറ്റി, ബാത്റൂമിൽ പോയി ഒരു ചെറുക്കനും പെണ്ണും കൂടെ റിങ് മാറ്റി, എന്തൊക്കെ പ്രോബ്ലങ്ങളായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ ഇപ്പം നേരത്തെ തുടങ്ങുക. അതുമാത്രമല്ല, പ്രൈമറി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഒരു ചെറുക്കൻ ഐ ലവ് യു, LOV എന്ന് സ്പെല്ലിങ് എഴുതാൻ അറിഞ്ഞൂടാ, എന്നാലും ഒരു ഹാർട്ട് വരച്ച് ഒരു ആരോയും കുത്തി ഒരു റോസും കൊണ്ട് കൊടുത്ത് ഏതോ ഒരു പെണ്ണിന് ഐ ലവ് യു പറഞ്ഞു പോലും. ഉടനെ ആ പെണ്ണിൻ്റെ അമ്മ ഇവിടെ വന്ന് നമ്മളടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക, പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ. അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്, നമ്മളുടെ സൊസൈറ്റിയിലും ഉണ്ട്, ഇല്ലയെന്നല്ല. എന്താണോ ഇതിൽ അമേരിക്ക ആണോ, റഷ്യ ആണോ, ഇംഗ്ലണ്ടാണോ, ഇന്ത്യ ആണോ, നേപ്പാളാണോ, ഇങ്ങനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ലോകം ഒട്ടുക്ക ആരായിരിക്കുന്നത്? മനുഷ്യരാണ് ഉള്ളത്. മനുഷ്യൻ ഉള്ളൊരു കാലം ഈ കാര്യങ്ങളൊക്കെ നടക്കും. എന്ന് വെച്ചാൽ ദൈവാധീനം ഞാൻ വിചാരിക്കും ആണ് പെണ്ണ് 2 ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് മുകളിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇനി എന്തൊക്കെ പ്രോബ്ലം ആയിരുന്നേനെ. ജസ്റ്റ് ആണ് പെണ്ണ് 2 വിധത്തിലുള്ള മനുഷ്യർ, അത്രയേ ഉള്ളൂ. അതിനെ ഇത്രയും പ്രോബ്ലംസുകൾ. അപ്പം ഇത് അമേരിക്കയാണോ, വെസ്റ്റേൺ കൺട്രിയാണോ, ഈസ്റ്റേൺ കൺട്രിയാണോ, ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മനുഷ്യരുള്ള കാലം ഈ ടീനേജൊക്കെ കടന്ന് പിള്ളേർ വളർന്ന് വരുമ്പം അവർക്ക് പുതിയതായിട്ട് ദേഹത്ത് ഹോർമോൺസൊക്കെ ഉണ്ടാകുമ്പം വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരെ ചൊവ്വേ പേരൻസ് എന്നുള്ള നിലയിൽ, ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ, മുതിർന്നവരെന്നുള്ള നിലയിൽ അവർക്ക് അതെല്ലാം നേരത്തെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അതല്ല നമുക്ക് മുന്നേ ഉള്ളവരെല്ലാം ചെയ്തത്. പേടിപ്പെടുത്തലായിരുന്നു, ഇൻറ്റിമിഡേഷൻ, ഭയപ്പെടുത്തുന്നു. നീ ആമ്പിളരുടെ കൂടെയൊക്കെ സംസാരിച്ചാൽ നരകമായിരിക്കും നിനക്ക് ജീവിതം, നാളെ നരകത്തിൽ പോകും. അപ്പോൾ സ്വർഗമെന്ന് വെച്ചാൽ മുകളിൽ നല്ല സൂചിച്ചിരിക്കാം, നരകമെന്ന് വെച്ചാൽ താഴെ ഭൂമിയുടെ അടിയിൽ അവിടെ വലിയ പാത്രങ്ങളിൽ, വലിയ വെസൽസിൽ, പാത്രങ്ങളിൽ എണ്ണ തിളപ്പിച്ചുകൊണ്ടിരിക്കും. അതിനകത്തായിരിക്കും നമ്മളെ കൊണ്ട് ഇടുന്നത് മരിക്കുമ്പം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. കല്യാണമേ കഴിക്കരുത്, സെക്സ് പാടില്ല. അപ്പം എല്ലാത്തിനെയും നമ്മൾ ഏത് കണ്ണോട്ടത്തോടെ നോക്കുന്നു എന്നുള്ളതാണ് വലുത്. ഓക്കെ, ഇതെല്ലാമേ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഏത് രീതിയിൽ അവരെ ഭയപ്പെടുത്തി അത് ചെയ്യും, ഇത് ചെയ്യും, നാളെ നിനക്ക് ദൈവം നിന്നെ ദണ്ഡിക്കും, പണിഷ്മെൻറ്റ് തരും, ഇങ്ങനെയൊക്കെയാണോ പേടിപ്പെടുത്തേണ്ടത്? പക്ഷേ അക്കാലത്ത് എല്ലാവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ട് വന്നത്. ഇപ്പം ഈ രാമായണം മഹാഭാരതം എന്നൊക്കെ പറഞ്ഞത് ഈ കഥയാണെങ്കിലും ശരി, നേരെ നടന്നതാണെങ്കിലും ശരി, അതെല്ലാവേ നമുക്ക് ഒരുപാട് നല്ല മോറൽ വാല്യൂസ് പറഞ്ഞു തരാൻ വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഓക്കെ, അത് ശരിക്കും നടന്നോ ഇല്ലയോ എന്നുള്ള ഗവേഷണത്തിലൊന്നും ഞാൻ പോകുന്നില്ല. നടന്നെങ്കിൽ നടന്നു, സന്തോഷം. നടന്നില്ലെങ്കിലും അതൊരു കഥ, മഹാകാവ്യമാണ്, ചെറിയ കഥയൊന്നുമല്ല, മഹാകാവ്യമായിട്ടാണ് അതിനെ
ചിത്രീകരിച്ചിരിക്കുന്നത്. രാമായണം, മഹാഭാരതം, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ, അർജുനൻ എന്നുള്ള 2 ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി അർജുനനുള്ള ഡൗട്ടെല്ലാം ചോദിക്കുന്ന പോലെയും കൃഷ്ണൻ അതിനുള്ള ആൻസർ കൊടുക്കുന്ന പോലെയും ഇതൊക്കെ നമുക്ക് അക്കാലത്തുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത് നല്ലതാണ്. പക്ഷേ അത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പോകരുത്. ആ ഭീഷണിപ്പെടുത്തുമ്പോഴാണ് അത് നമുക്കേ ഇത് കൊച്ചിലേ തൊട്ടേ കേട്ട് എന്താകും, അത് ശരിയാണ്, കല്യാണം കഴിക്കുന്നതേ ശരിയല്ല, സെക്സ് എന്ന് പറയുന്നതേ, ആ വാക്ക് പറയുന്നതേ തെറ്റാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കുമ്പം നമുക്ക് എപ്പോഴും അതിനോട് ഒരു എതിർപ്പാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അതാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റിംഗ് ബിലീഫ് ഉള്ള കാലം മനസ്സിൽ കുറേ ബ്ലോക്സുകളുണ്ട്. ഇപ്പം സാധാരണ രീതിയിൽ ഒരു പയ്യനും ഒരു പെണ്ണും സംസാരിച്ചു, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഇരുന്നു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ മെൻ്റൽ ബ്ലോക്ക് ഓൾറെഡി നമ്മളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തു. പയ്യൻ്റെ അടുത്ത് സംസാരിക്കരുത്, 4 പേര് കണ്ടാൽ നമ്മളെ തെറ്റിദ്ധരിക്കും, വീട്ടിൽ കംപ്ലൈൻറ്റ് പോകും, പിന്നെ നമ്മുടെ പഠിത്തം നിൽക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഇട്ടാൽ പൂട്ടും. ഇങ്ങനെയൊക്കെ നടന്ന കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന് പേരാണ് മെൻ്റൽ ബ്ലോക്ക്. അപ്പം ഈ ചാപ്റ്റർ മൊത്തം ഡോക്ടർ ജോസഫ് മർഫി പറയുന്നത് ഈ മെൻ്റൽ ബ്ലോക്കിനെ നമ്മളുടെ ഉപബോധ മനസ്സുകൊണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, അതിന് 1-2 ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം ഹൗ ടു ബ്രേക്ക് ഓർ ബിൽഡ് എ ഹാബിറ്റ്. ഈ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ശീലം. ഇപ്പോൾ ദിവസവും രാവിലെ 4 മണിക്ക് എണ്ണിക്കുന്നു, രാവിലെ എണ്ണിക്കുന്നു, കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുന്നു, പിന്നെ മോർണിംഗിന് വാക്കിന് പോകുന്നു. അത് ഒരു ശീലം, അതിന് പേരാണ് ഹാബിറ്റ്. അപ്പോൾ ഒരു ദിവസം ചെയ്തു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അടുത്ത ദിവസം ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു. അപ്പോൾ കുറേ 1 മാസം ആകുമ്പം ഈ 6 മണിക്ക് നേരം വെളുത്തുടനെ വാക്കിംഗ് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെപ്രാളമാണ്. അയ്യോ, ഇന്ന് വാക്കിംഗ് പോയില്ലല്ലോ, ഒരു കുറ്റബോധമാണ്. ഇന്ന് ഹെൽത്ത് ശരിയായിരിക്കുമോ? അത്രയും ദൂരമൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് അത്രയ്ക്ക് അത് ആ വാക്കിംഗ് രാവിലെ 6 മണിക്ക് ദിവസവും വാക്കിംഗ് പോകണം, വാക്കിംഗ് പോകുന്നത് ഹെൽത്തിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ് എന്നുള്ള ഒരു ബിലീഫുണ്ടല്ലോ, അത് നല്ല കാര്യമാണ്. പക്ഷേ അതിങ്ങനെ നമ്മൾ തുടർന്ന് ചെയ്യുമ്പം അതിന് പേരാണ് ശീലം. പരിശീലിക്കുന്നു, നമ്മുടെ ഡെയിലി ലൈഫിൽ അതിനെ പരിശീലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുന്നു. അപ്പം റെഗുലറായിട്ട് ഒരേ കാര്യം ചെയ്യുന്നതിന് പേരാണ് ഹാബിറ്റ്. അപ്പം ഈ ഹാബിറ്റിനെ നമുക്ക് പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം, നല്ല ഹാബിറ്റ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. വേണ്ടാത്ത ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയും എടുക്കാം. ഓക്കെ, ഇത് രണ്ടിനും നമ്മളുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിക്കാം. വെരി വെരി സിമ്പിൾ, കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ ഇപ്പോൾ ഒരു കുടിയൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അതായത് മിസ്റ്റർ ജോൺസ് ഒരു പേര്, ഒരാൾ ഡോക്ടർ ജോസഫ് മർഫി അടുത്ത് വന്ന് പറയുന്നു, സാറേ, ഞാനിങ്ങനെ കുടിച്ച് എൻ്റെ ജീവിതമേ ഞാൻ തൊലച്ചു. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ മിണ്ടുന്നില്ല, എൻ്റെ ഭാര്യയും മോളും വേറെ തന്നെ പോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ നിന്നും വിടുപെടണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എനിക്കതൊരു മെൻ്റൽ ബ്ലോക്കായിപ്പോയി. മെൻ്റൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ അത് ആ സമയം വരുമ്പം പകൽ പൂരാ ഞാൻ വിചാരിക്കും, ഇന്ന് കുടിക്കരുത്, ഇന്ന് നല്ലവനായിരിക്കണം, വീട്ടിൽ പോകണം, പഴയ പോലെ ഫാമിലിയായിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പകൽ പൂരം പറയും. പക്ഷേ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ആ കടവഴി വരുമ്പോഴത്തേക്ക് എനിക്ക് താങ്ങുന്നില്ല, എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വയ്യ. അപ്പോൾ എനിക്ക് എന്തായിരുന്നാലും പോയി കുടിക്കണമെന്ന് തോന്നുന്നു. ഞാൻ നേരെ പോന്നു, കുടിക്കുന്നു, വീട്ടിൽ വന്ന് മത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഈ ബാഡ് ഹാബിറ്റിനെ എന്നെക്കൊണ്ട് മാറ്റാനേ പറ്റുന്നില്ല സാർ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ മിണ്ടുന്നില്ല, എൻ്റെ മകൾ എൻ്റെ കൂടെ മിണ്ടുന്നില്ല, എനിക്ക് ആരോഗ്യമില്ലാത്ത ഒരു ഫീലിംഗാണ് എന്നൊക്കെ ഡോക്ടർ ജോസഫ് മർഫി എടുത്ത് പറഞ്ഞപ്പം ഡോക്ടർ മർഫി നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തുവാന്ന് വരെ ഇപ്പം നമുക്ക് നല്ലപോലെ അറിയാം. എന്തു പറയും? ഉറങ്ങുന്നതിന് മുമ്പേയും
രാവിലെ ഉറങ്ങി എണ്ണിച്ച ഉടനെയും നിൻ്റെ ഉപബോധ മനസ്സിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. നീ നിന്നെ വിഷ്വലൈസേഷൻ കണ്ണിൽ കാഴ്ചയായിട്ട് കൊണ്ടുവന്ന് നോക്കണം. അപ്പം എപ്പോഴും പോലെ ഉള്ള പ്രെയറൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ അത് മറക്കാതെ ദിവസം ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഫാമിലിയോട് ഇരുന്നിട്ട് ഫാമിലി ഇല്ലാതിരിക്കുമ്പം അത് വലിയൊരു പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്നു പെണ്ണുങ്ങൾക്ക് ആ പ്രയാസമെന്ന്, അതുപോലെ ഈക്വലായിട്ട് ആണുങ്ങൾക്കും പ്രയാസമുണ്ട്. അവരും ജീവികളാണ്. ഓക്കെ, ഒൺലി തിങ് ഈസ് എന്തുവാ, നമ്മളിങ്ങനെ പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കും പെണ്ണുങ്ങൾ. വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറയും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഓഫീസിൽ പോയാൽ ഓഫീസിലുള്ളവരടുത്തെല്ലാം ഡിസ്കസ് ചെയ്യും. അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്, പക്ഷേ അത് പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അതേ സമയത്ത് ആണുങ്ങൾ അങ്ങനെയല്ല, ആണുങ്ങളങ്ങനെ വെളിയിൽ പറയത്തില്ല. എന്ന് വെച്ചാൽ ആണുങ്ങളെയും ആൺപിള്ളേരായിട്ട് കൊച്ചിലേ തന്നെ അവരുടെ അമ്മമാരും മറ്റവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. ആൺപിള്ളേർ കരയരുത്, അയ്യേ നീ ആ ബോയ് ഇല്ലയോ, നീ ആഞ്ചെറുക്കനില്ലയോ, നീ കരയാവോ? അപ്പം ഒടുക്കം വരെ വീട്ടിലൊരു അവരുടെ അമ്മയോ അച്ഛനോ മരിച്ചാൽ പോലും വായി വിട്ട് കരയാനോ കണ്ണീന്ന് വെള്ളം വരാനോ ആണുങ്ങൾക്ക് പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു ലിമിറ്റിംഗ് ബിലീഫ്. അത് തെറ്റായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫാണ്. ആണുങ്ങൾ കരഞ്ഞാൽ എന്താ? ആണുങ്ങൾ മനുഷ്യരല്ലയോ? അവർക്ക് ഇമോഷൻസ് ഇല്ലയോ? സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ വായു വിട്ട് ഒന്ന് വലിയ വായിലൊന്ന് കരഞ്ഞെന്ന് വിചാരിച്ച് എന്തുപോയി? അത് കരയുന്നത് നല്ലതാണ്. പക്ഷേ കൊച്ചിലേ തൊട്ട് അയ്യേ ആൺപിള്ളേർ കരയരുത്. അപ്പം ആണുങ്ങളെ അങ്ങനെയാണ് നമ്മൾ എടുത്തു വരുന്നത്, വലുതാക്കി കൊണ്ടുവരുന്നത്. അപ്പം അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ തന്നെ എനിക്കറിഞ്ഞ് ഒട്ടുമൊത്ത ആണുങ്ങളും ഈ മനസ്സിലിട്ടിട്ട് പുഴുങ്ങുന്നു എന്നല്ലാതെ അവരെ ആരെടുത്ത് അങ്ങനെ ഫ്രീ ആയിട്ട് വെളി പറയാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഓക്കെ, അപ്പം ഇയാൾ എന്തോ ചെയ്തു, ഇയാൾ ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞ പോലെ ദിവസവും കിടക്കുന്നതിന് മുമ്പേ ബെഡിൽ പോയിരുന്നുകൊണ്ട് ബോഡിയെ റിലാക്സ് ചെയ്യും, മൈൻഡിനെ റിലാക്സ് ചെയ്യും, കോൺഷ്യസ് മൈൻഡിനെയൊക്കെ അങ്ങ് ഉറങ്ങാൻ വയ്ക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ പരന്ന് ഇരിക്കാതെ വളരെ ഉറങ്ങാൻ പോകുന്ന രീതിയിൽ കാമായിട്ട് കണ്ണടച്ച് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലിരിക്കും. അത് അദ്ദേഹം റെഗുലർലി സിസ്റ്റമാറ്റിക്കലി ഹി യൂസ് ടു സിറ്റ് ഡൗൺ ആൻഡ് മെഡിറ്റേറ്റ് ഇൻ ദ വേ ഔട്ട്ലൈൻഡ്. റെഗുലറായിട്ട് എല്ലാ പ്രാവശ്യവും ആ കൃത്യസമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്ത പോലെ ആ പ്രാർത്ഥന ചെയ്തുകൊണ്ട് വന്നു. പ്രാർത്ഥന ചെയ്യുന്നതിന് പുറമെ പ്രാർത്ഥന ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തുവാ, അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറയുന്നു, നീ ഇനി കുടിക്കരുത്, നീ ഇനി ആ വഴി വരരുത്, ആ കടയുടെ മുമ്പിൽ കൂടെ നീ പോകരുത്, നീ വേറെ വഴി കൂടെ പോകണം, മനസ്സിലങ്ങനെ ടെംപ്റ്റേഷൻ വരുമ്പം ആ ഭാഗത്തെ തിരിഞ്ഞ് നോക്കരുത്. എന്താ വെച്ചാൽ ഓൾറെഡി സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു, ഭാര്യയുമില്ല, മകളും ഇല്ല എന്നുള്ള സ്ഥിതിയായി. ഇനി എന്തിനിങ്ങനെ ജീവിക്കണം? അതുകൊണ്ട് ഈ കുടിക്കുന്ന വ്യവഹാരത്തിനെ ഒട്ടുമൊത്തമായിട്ട് കളയണം എന്ന് ദിവസവും അദ്ദേഹം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഇതിൽ ഡോക്ടർ ജോസഫ് മർഫി പറയുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അത് ശരിവെച്ചേ പറ്റൂ. അതായത് ഈ കുടിക്കുന്ന സ്വഭാവം തന്നെ ഇടയിൽ വന്നതാണ്, ജന്മനാ ഉള്ള സ്വഭാവമല്ല. ജനിക്കുമ്പോഴേ ഒരാളും കുടിക്കുന്നില്ല ഇല്ലേ? അപ്പം ഇടയിൽ വന്ന സ്വഭാവത്തിനെ നമുക്ക് ഇടയ്ക്ക് വെച്ച് തന്നെ സുഖമായിട്ട് മാറ്റാം. ഇപ്പം കോൺഷ്യസായിട്ട് മനസ്സിൽ കുടിക്കണമെന്നുള്ള ആഗ്രഹം ആദ്യം തോന്നി. ചിലപ്പം ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആയിരിക്കാം, കലീഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ചില റിലേറ്റീവ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. അപ്പോൾ ഈ ഏതോ ഒരു ബാഡ് കണക്ഷൻ, കമ്പനി, ഒരു തെറ്റായിട്ടുള്ള കമ്പനി മുഖാന്തരമാണ് ഈ ഇടയ്ക്ക് ജീവിതത്തിൽ വന്ന ഹാബിറ്റാണ് ഇത്, ശീലമാണ് ഈ കുടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വന്ന ശീലത്തിനെ നമുക്ക് ഇടയ്ക്ക് വെച്ച് തന്നെ മാറ്റാൻ പറ്റും. അതൊരു പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ്, നമ്മൾ
ബോധപൂർവം കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് കൊടുത്ത വിത്താണ് ഏത്? ഈ കുടിക്കുന്നത്, ഈ സിഗരറ്റ് വലിക്കുന്നത്, അല്ലാതെ വേറെ ചില കെട്ട പഴക്കങ്ങൾ, ഈ മരുന്നിനൊക്കെ അടിമയാകുന്നത്, ഡ്രഗ്സിന് അടിമയാകുന്നത്, ഇതൊക്കെ കാരണങ്ങൾ പലയുണ്ട്. പക്ഷേ ഇതെല്ലാം ഇടയിൽ ജീവിതത്തിൽ വന്ന് പെട്ട വേണ്ടാത്ത സ്വഭാവങ്ങളാണ്, ഹാബിറ്റ്സാണ്. അപ്പോൾ അതിനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് അത് മാറ്റാം. അപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്നതിനെ അപ്പോൾ ഇപ്പോൾ എന്തോ ചെയ്യണമെന്നോ, കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്ന ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലിട്ട് വളർത്ത് വലുതാക്കി ഇപ്പം വൃക്ഷമായിട്ട് നിൽക്കുന്നത്, നമുക്ക് എതിരായിട്ട് നിൽക്കുന്നത്. അപ്പം ഇപ്പോഴും അതേ ടെക്നിക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും ഒന്ന് ചേർത്ത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക. എങ്ങനെ? ഞാൻ ഇനി കുടിക്കത്തില്ല, അല്ലെങ്കിൽ ഇനി സിഗരറ്റ് വലിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇത് എൻ്റെ സിഗരറ്റ് വലിക്കുന്നത് എൻ്റെ ദേഹത്തിന് നല്ലതിനല്ല, ലങ് ക്യാൻസറിൽ പോയി തീരും, ചുമച്ച് രക്തം ഛർദ്ദിച്ചതായിരിക്കും എൻ്റെ മരണം. അപ്പോൾ എന്തിനാ ഇത്? ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് സിനിമാ തിയേറ്ററിൽ പോയാലും ഫസ്റ്റ് കാണിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ എല്ലാം അറിയാം, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന് പറഞ്ഞ് സിഗരറ്റ് ബോക്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പബ്ലിക്കിൽ സ്മോക്കിംഗ് ചെയ്യരുതെന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മളത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല തന്നെ. അപ്പം ഇപ്പം നമുക്ക് അത് ആ ശീലത്തിനെ മാറ്റിയെടുക്കണമെന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം? കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും ഒന്നിക്കണം. കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഞാനിത് ചെയ്തത് ശരിയല്ല, ഇനി അത് മാറ്റാൻ പോന്നു, ഇനി അത് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഈ ശീലത്തിനെ മാറ്റിയെടുക്കും ഇന്ന് ദിവസവും 1000 വട്ടം പറഞ്ഞ് കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞ് അതിനെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ട് ഇടുക. അപ്പം നമുക്ക് ഒരാൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്നതാണ് ഈ സ്വഭാവങ്ങളെല്ലാം. അപ്പം ഈ മെൻ്റൽ ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായത്തോടു കൂടി. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അപ്പം ഇയാൾ അങ്ങനെ പറഞ്ഞ് അതുമാത്രമല്ല വിഷ്വലൈസേഷൻ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യുക, അതിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ സിനിമ പോലെ. ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കൊക്കെ നേരത്തെ ഈ ബുക്കിൻ്റെ റിവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇല്ലയോ? അപ്പം അയാളുടെ മകള് അയാളെ വിളിച്ച് സംസാരിക്കുന്ന പോലെ, ഡാഡി ഇറ്റ്സ് വണ്ടർഫുൾ ടു ഹാവ് യു ഹോം. ഡാഡി നിങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നല്ലോ, വളരെ സന്തോഷം എന്ന് അയാളുടെ മകള് പറയുന്ന പോലെ ഇങ്ങനെ മനക്കണ്ണിൻ്റെ മുമ്പിൽ ഈ സിനിമ പോകുന്ന പോലെ അങ്ങേര് കാണും. അപ്പം എപ്പം കുടിക്കണമെന്ന് തോന്നിയാലും അപ്പം മോള് വന്ന്, ഡാഡി നിങ്ങൾ വീട്ടിൽ വന്നോ, ഇനി കുടിക്കത്തില്ലല്ലോ, ഞങ്ങൾക്ക് വളരെ സന്തോഷം ഡാഡി എന്ന് ആ കൊച്ചു പറയുന്നതിനെ ഇദ്ദേഹം വിചാരിച്ച് നോക്കും. അങ്ങനെ വിചാരിച്ച് പ്രാർത്ഥന ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റിയെടുത്തു. ഇപ്പം വേണ്ടേ, ടുഡേ ഹീ ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് എ $multi-million കൺസേൺ. ഒരു വലിയ ഒരു കമ്പനിയുടെ ഓണറാണ്, പ്രസിഡൻ്റാണ് അദ്ദേഹം ഇപ്പോൾ. ടുഡേ ഹീ ഈസ് ദ പ്രസിഡൻറ്റ് ഓഫ് എ $multi-million കൺസേൺ ആൻഡ് ഈസ് റേഡിയൻ്റ്ലി ഹാപ്പി. റേഡിയൻ്റ്ലി ഹാപ്പി എന്ന് വെച്ചാൽ ഒരു സൂര്യപ്രകാശം പോലെ, അത്രയ്ക്ക് നല്ല ഹെൽത്താണ്, അതുകൊണ്ട് അത്രയും ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചീത്ത ശീലങ്ങളെ, സ്വഭാവങ്ങളെ, ഹാബിറ്റ്സുകളെ ഏത് സബ് കോൺഷ്യസ് മൈൻഡിലിട്ട് നമ്മൾ വളർത്തിയെടുത്തോ അതേ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഈ വീഡിയോയിൽ നിർത്താം. അതായത് മിസ്റ്റർ ബ്ലോക്ക്. ഞാൻ ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ മിസ്റ്റർ ബ്ലോക്ക് എന്നുള്ള ഒരു പേര് തന്നെ മെൻ്റൽ ബ്ലോക്സിനെ കൊണ്ടുവരും, തടസ്സങ്ങൾ കൊണ്ടുവരും.
അപ്പം മിസ്റ്റർ ബ്ലോക്ക് ഇദ്ദേഹത്തിന് $20,000 മന്ത്ലി ഇൻകം ആയിരുന്നു. നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഒരു പ്രാവശ്യം പെട്ടെന്ന് അങ്ങേർക്ക് ബിസിനസ് നടക്കാതെ പോയി. എനിക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സേ ഇല്ല, ബിസിനസ് എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞ് ഡോക്ടർ ജോസഫ് മർഫിയെ കാണാൻ വന്നു. അപ്പം ഡോക്ടർ ജോസഫ് മർഫി അന്വേഷിച്ചതിൽ എന്തോ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഒരു ഡെൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കസ്റ്റമറായിട്ട് വന്നു. അദ്ദേഹം കൊടുത്ത ഓഫറൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഡെൻറ്റിസ്റ്റ് വന്ന് അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നില്ല, എനിക്ക് നിങ്ങളുടെ ഓഫറൊന്നും തൃപ്തിയായിട്ടില്ല, ഞാൻ പോന്നു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാതെ, ഡെൻറ്റിസ്റ്റ് സൈൻ ചെയ്യാൻ വന്ന ആളാണ്, സംസാരിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഡെൻറ്റിസ്റ്റ് സൈൻ ചെയ്യാതെ പോയി. ഒരു ഡെൻറ്റിസ്റ്റ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാതെ പോയത് കൊണ്ട് അപ്പം തൊട്ട് ഇങ്ങേർക്ക് ഈ മിസ്റ്റർ ബ്ലോക്കിന് മനസ്സിലൊരു ഭയം, ഭീതി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഭയം, ഫിയർ കോൺഷ്യസ്നെസ്. അപ്പം അദ്ദേഹം എന്താ ഇവൻ ഇതുവരെ നമ്മുടെ കമ്പനി വരെ വന്നു, നട വരെ വന്നിട്ട് സൈൻ ചെയ്യാതെ പോയി, ഇനി എല്ലാവരും അങ്ങനെയാണോ, ഇനി വരുന്നവരാരും സൈൻ ചെയ്യത്തില്ലയോ എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ്. ഒരാൾ സൈൻ ചെയ്യാതെ പോയതുകൊണ്ട് എല്ലാവരും സൈൻ ചെയ്യാതെ പോകുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടേ? കസ്റ്റമേഴ്സിൽ പല രീതിയുണ്ട്. ചിലർ വരും, സന്തോഷമായിട്ട് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യും, നമ്മളുടെ കൂടെ ബിസിനസ് ചെയ്യും. ചിലർ വരത്തില്ല. അതിനെന്ന് വിചാരിച്ച് ഇനി ആരുമേ എനിക്ക് ബിസിനസ്സിന് എൻ്റെ കൂടെ വരത്തില്ല, എൻ്റെ അടുത്ത് അഗ്രിമെൻറ്റ് ചെയ്യാൻ വരത്തില്ല എന്നുള്ള ഒരു ഭയം അങ്ങേർക്ക് എന്ന് വന്നോ അന്ന് തൊട്ട് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ചു പോവുക. അപ്പം കുഴപ്പം ആരുടെ കയ്യിലാണ്? കസ്റ്റമറുടെ കയ്യിലാണോ ഇദ്ദേഹത്തിൻ്റെ തലയിലാണോ? ഇദ്ദേഹത്തിൻ്റെ വിചാരം അങ്ങനെ, ആ ലിമിറ്റിംഗ് ബിലീഫ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും മെൻ്റൽ ബ്ലോക്ക് ഉണ്ടായത്. അത് ഡോക്ടർ ജോസഫ് മർഫി കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ നല്ല ഒരു പ്രെയർ പറഞ്ഞു കൊടുത്തു. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി വർക്ക് ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രെയർ. അതേ തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഉപബോധ മനസ്സിനെ നല്ലപോലെ അറിയാം, അതിന് ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ആണ്. അപ്പം ഇനി വരുന്ന കസ്റ്റമേഴ്സിനെയെല്ലാം വന്ന് ഒരുപാട് പേര് എന്നെ തേടി വരണം, എൻ്റെ ബിസിനസ്സിനെ അന്വേഷിച്ച് എന്നെ തേടി വരണം, അവരെല്ലാവരുമേ എൻ്റെ കസ്റ്റമേഴ്സ് ആകണം, അവർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം, തുടർന്ന് എൻ്റെ കൂടെ ബിസിനസ് നടത്തണം എന്നൊക്കെ അദ്ദേഹം പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറഞ്ഞ് ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ തുടർന്ന് ചെയ്തേ പിന്നീട് he repeated this prayer every morning before going to call on the customers. അപ്പം ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ ഈ പ്രാർത്ഥനയെ പറയും. പ്രാർത്ഥനയെ പറഞ്ഞിട്ടായിരിക്കും ഓരോ കസ്റ്റമറെയായിട്ട് ഇങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് വന്നപ്പം നന്നായിട്ട് വന്നു. കസ്റ്റമേഴ്സ് എല്ലാം പഴയ പോലെ ബിസിനസ് നല്ല പോലെ നടന്നു. So every morning before going to call on the customers, and he also prayed each night prior to sleep. ഉറങ്ങുന്നതിന് മുമ്പേയും എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, നാളെ ഇദ്ദേഹം ഒരു 10 പേരെ വിളിക്കുന്നു, 10 പേരും ഓഫീസിൽ വരുന്നു, അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ കസ്റ്റമറാകുന്നു, അങ്ങനെ ഇദ്ദേഹത്തിന് നല്ല ബിസിനസ് പഴയതിനെക്കാട്ടിലും നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അത് ഉപബോധ മനസ്സിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിഷ്വലൈസ് ചെയ്തു, അങ്ങനെ ഇമാജിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വിചാരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ചും പഴയ പോലെ ബിസിനസ് നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. അപ്പം ഇദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ ബ്ലോക്ക് ഡോക്ടർ ജോസഫ് മർഫിയെ കണ്ടപ്പം പറഞ്ഞ എന്തുവാണോ, ഹി സെഡ് എ ജിങ്സ് വാസ് ഫോളോയിങ് ഹിം. ജിങ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ജിങ്സ് എന്ന് വെച്ചാൽ ഒരു ബാഡ് ലക്ക്, അല്ലെങ്കിൽ ഒരു കെട്ട ഒരു മനുഷ്യൻ, ഈ കറുത്ത മുഖം മൂടിയിട്ടുണ്ട്, കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഏതോ ഒരു ബാഡ് ലക്ക് എന്നെ പിന്തുടരുന്നു, അതുകൊണ്ടാണ് എനിക്കിപ്പം ഒരു കസ്റ്റമറും കിട്ടാത്തത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയെ
അതാണ് മെൻ്റൽ ബ്ലോക്ക്. ഈ തെറ്റിദ്ധാരണകൾക്കാണ് മെൻ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് മെൻ്റൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള വിചാരങ്ങൾ. അപ്പോൾ ഈ തെറ്റായിട്ടുള്ള വിചാരങ്ങളെല്ലാം എടുത്തു മാറ്റിയപ്പോഴത്തേക്ക് തിരിച്ചും ബിസിനസ് നല്ലതുപോലെ നടക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ച് നമ്മളുടെ മനസ്സിലുള്ള ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ, ഈ ബ്ലോക്സിനെയൊക്കെ മാറ്റണം. ഇപ്പം ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, മണി അട്രാക്ഷൻ, എത്ര വെബിനാറാണ്, പെയ്ഡ് വെബിനാർ യൂട്യൂബിൽ തുടങ്ങിയാൽ ഈ അഡ്വർടൈസ്മെൻറ്റിന് കയ്യും കണക്കുമില്ല. അപ്പോൾ മെൻ്റൽ ബ്ലോക്കിനെ റിമൂവ് ചെയ്യണോ? ഞാൻ പറഞ്ഞുതരാം. ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യും. 99 റുപ്പീസിനായി ചെയ്, 299 ചെയ്. ഇപ്പം മൊത്തം സോഷ്യൽ മീഡിയയിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിറഞ്ഞു കിടക്കുന്നത്. അതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. അതൊക്കെ അവരും കാശുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു, അവരും ആളുകൾക്ക് നല്ലത് പറഞ്ഞു വിചാരിക്കുന്നു. അതിൽ പലർക്കും നന്മകൾ നടക്കുന്നു. അതുകൊണ്ട് നടക്കട്ടെ, അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ലിമിറ്റിംഗ് ബിലീഫ്സും മെൻ്റൽ ബ്ലോക്സും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത്. എന്നുവെച്ചാൽ നമ്മൾ ഒന്നിനെ അട്രാക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അതിന് ചില റൂൾസ് എല്ലാം ഉണ്ട്. അത് നടന്ന് കഴിഞ്ഞ പോലെ നമ്മൾ വിചാരിക്കണം, നമ്മളുടെ കയ്യിൽ കിട്ടിയ പോലെ നമ്മൾ വിചാരിക്കണം, അതിന് യൂണിവേഴ്സിന് താങ്ക്സ് പറയണം. അത് കിട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നുമില്ല, ഒരു ബമ്പർ ലോട്ടറി, ഫസ്റ്റ് പ്രൈസ് 20 കോടി, 20 crores. അപ്പോൾ ആ 20 crores എൻ്റെ കയ്യിലുള്ള എൻ്റെ ലോട്ടറി ടിക്കറ്റിൽ 20 crores ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയതായിട്ട് കിട്ടുമ്പോൾ എത്ര ഹാപ്പി ആയിരിക്കും നമ്മൾ. ആ ഹാപ്പിനെസ്സിനെ ഇപ്പോഴേ നമ്മൾ ഫീൽ ചെയ്യണം. അപ്പോൾ ഫീലിങ്സ് വേണം. അപ്പോൾ ഓരോ കാര്യത്തിലും ഫീലിങ്സ് വേണം. അത് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഈ മെൻ്റൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ വേറെ ഒരു കാര്യം, നമ്മൾ നേരത്തെ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്, മണി ഈസ് ദ ഈവിൽ ഓഫ് എവറിത്തിങ്. നമ്മൾ ഒരുപാടൊന്നും അതിതീതമായിട്ട് നമുക്ക് പണം വേണ്ട, ആവശ്യത്തിനുണ്ടെങ്കിൽ മതി. ഇങ്ങനെ തന്നെ ഒരു 50,000 ശമ്പളം, അതിലൊരു 40,000 EMI കെട്ടും, പിന്നെ ഒരു 10,000 വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കുടുംബം നടത്താം. ഒരുപാട് കോടികളൊന്നും നമുക്ക് വേണ്ട. കോടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എൻ്റെ മക്കളെ ആരെങ്കിലും നഷ്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ, എൻ്റെ ലൈഫ് പാർട്ട്ണറെ നഷ്ടപ്പെടേണ്ടി വരും. എന്താ അപ്പോൾ കോടീശ്വരന്മാർ കല്യാണം കഴിച്ച് പിള്ളയും കുട്ടിയുമായിട്ട് സന്തോഷമായിട്ടില്ലയോ? അപ്പം ഏതെങ്കിലും ഒന്ന് നമുക്ക് വരുമ്പം ഇനിയൊന്ന് നമ്മളെ വിട്ടു പോകും. അതൊക്കെ ലിമിറ്റിംഗ് ബിലീഫാണ്. അതിൻ്റെ അർത്ഥമാണ് ലിമിറ്റിംഗ് ബിലീഫ്. അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അഥവാ ഇഷ്ടംപോലെ നമ്മൾ കൊച്ചിലേ പഠിപ്പിച്ച് വളർത്തിയതേ ഈ ലിമിറ്റിംഗ് ബിലീഫിൻ്റെ ഇടയിൽ കിടന്നാണ്. അപ്പം നമ്മളിപ്പം വലുതായ സ്ഥിതിക്ക് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്, എന്തൊക്കെ മെൻ്റൽ ബ്ലോക്ക് ഉണ്ട് എനിക്ക്. ഓരോ മെൻ്റൽ ബ്ലോക്കായിട്ട് മണി ബ്ലോക്കുണ്ട്, ഹാപ്പിനെസ്സിൻ്റെ ബ്ലോക്കുണ്ട്, ഹെൽത്ത് ബ്ലോക്കുണ്ട്, മെൻ്റൽ ബ്ലോക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ. അപ്പം ഈ ബ്ലോക്സിനെയൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് അതിനെ മാറ്റാൻ നോക്കണം. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.